ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് ഗൈസ് കണ്ടത്? ഞാനിവിടേക്ക് ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ മുള്ളൻ ബസാർ കോളിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ ഞങ്ങളുടെ കൂടെ പഠിച്ച ഡിഗ്രിയിൽ പഠിച്ച ഫ്രണ്ട് അഷിതയുടെ നിക്കാഹിന് വന്നേക്കാണ്. ഞാൻ ഫസ്റ്റ് നിക്കാഹിനാളെ നിക്കാഹും കല്യാണമൊക്കെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മുസ്ലിം വെഡിങ് കൂടാൻ പോണത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിനെ കാണാം. കുറേ പേരൊന്നും പറഞ്ഞില്ല, അവരെല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ച് ബിസിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്, കുറച്ച് പേര് വരും. പിന്നെ അവളുടെ ഒരു കസിനും നമ്മുടെ കൂടെ പഠിച്ചതാണ്, ബേബിക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് കാണാം. ഓക്കെ, എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് വേഗം പോകാം. ഓക്കെ, ഞങ്ങൾ വേഗം പോട്ടെ. അത് അവിടെ എത്തിയിട്ട് കാണിച്ചിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം ആയിരുന്നു കല്യാണം നടക്കുന്നത്. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് കയറി. ഞങ്ങൾ വരുന്നതായിരുന്നു വീട്ടിൽ കയറ്റി. ഞങ്ങൾക്ക് വെള്ളം തരണം, എന്നിട്ട് കുടിക്കാൻ പാടുള്ളൂ. വീട്ടിൽ കയറ്റി എത്ര നാളെ കണ്ടിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടാ ക്ലാസ്സിൽ ഇങ്ങനെ നല്ലിട്ട് കഴിച്ചിട്ട് അങ്ങനെ വിചാരിക്കില്ലേ. വാവ എവിടെ? ഞാൻ വാവേനാണ് വന്നത്. കണ്ടാ ഒരു വ്ളോഗ് കണ്ടപ്പോ കൊച്ചിനെ തള്ളി പറയാണ്. അൻസി പറ രണ്ട് വാക്ക് പറ എന്നിട്ട് പോ. ഇതാണ് ഞാൻ പറഞ്ഞ അൻസി, ഇവളുടെ കസിൻ്റെയാണ് കല്യാണം. അഷിത നമ്മുടെ കൂടെ പഠിച്ചു കേട്ടാ. ഓക്കെ, പറ രണ്ട് വാക്ക് പറ. അവിടെ പോയിട്ട് പറയാ എന്തൊക്കെ ഇത്രയും ദിവസത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ട്? കൊരിക്കിനാരെ പിടിച്ചില്ല സൗണ്ട് പോയി. അതെ തൊണ്ടവേനൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ. കട്ട് ചെയ്തിട്ട് ഇത്രയും മാത്രമേ ഇടുള്ളൂ. ഓക്കെ, എത്ര കളർ ഉണ്ടെങ്കിലും പൈനാപ്പിൾ ആണ് നല്ലത്. നമ്മുടെ മണവാട്ടി കുട്ടീനെ കണ്ടു. ഹലോ, അടിപൊളി പരിപാടി കണ്ടുട്ട് സ്റ്റാറ്റസൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, ആണോ? ഹാപ്പി ആനിവേഴ്സറി. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. യൂട്യൂബ് ചാനലുണ്ട്, അതിലാണ്. ഞാൻ പോയി ഐറിൻ പൊന്നു അലീന മിസ്സിന്റെ പോലെ മോച്ചാളുന്ന് പറഞ്ഞത് ക്ലാസ് ടീച്ചർ ഫസ്റ്റ് എത്താ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് അഷിത. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. ഒന്നുകൂടി ശരിയായി പറയാതെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാമെന്നുള്ളൂ. അപ്പോൾ എല്ലാം അടിപൊളിയാവട്ടെ. ഓക്കെ, അങ്ങനെ അശ്തയുടെ പുയ്യാപ്പിള വന്നേക്കാണ്. ആളുടെ രണ്ട് സൈഡിലും നിൽക്കുന്നത് അശ്തയുടെ ഇക്കാക്കന്മാരാണ്. അങ്ങനെ അവർ ഫാമിലി എല്ലാവരും സ്റ്റേജിലേക്ക് കയറി. എന്നിട്ട് സ്റ്റേജിൽ വെച്ച് ഉസ്താദിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു, ആഫ്റ്റർ മാരേജ് ഉള്ള അങ്ങനെ ക്ലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വരനും പിന്നെ അതുപോലെ തന്നെ അശ്തയുടെ വാപ്പിച്ചിയും രണ്ടുപേരും നേരെ ഇരുന്നിട്ട് അവരുടെ കുറച്ച് ചടങ്ങും നിക്കാഹ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ആയിരുന്നു നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി, അശ്തയുടെ എൻട്രി. അപ്പോഴേക്കും ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിരുന്നു. കുറേ പേര് ഫുഡ് കഴിക്കാനൊക്കെ പോയി. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അശ്തയുടെ എൻട്രിക്ക് വേണ്ടി. അങ്ങനെ നമ്മുടെ അശ്തയുടെ എൻട്രി ആയി. നമ്മുടെ പുതുപ്പെണ്ണ് വരാണ് സ്റ്റേജിലേക്ക്. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല വൈബ് ഫാമിലി ആയിരുന്നു. ചെക്കൻ്റെ വീട്ടുകാരാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും. നിങ്ങൾ ഈ സ്റ്റേജിലേക്കുള്ള എൻട്രൻസ് കണ്ടാൽ തന്നെ അറിയാം. ഇതൊന്നും അല്ലാണ്ടെങ്കിൽ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറേ പേരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ വീട്ടുകാരായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കയറി. അപ്പോൾ നമ്മളും പതുക്കെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റഷായി പോകും. അതുകൊണ്ട് നമ്മളും ഫുഡ് കഴിക്കാൻ പോയി. ബ്രൈഡ് സ്റ്റേജിൽ കയറിയപ്പോൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ടൈം 1:30 ആവാറായി. അപ്പോൾ ഫുഡ് കഴിക്കണോടത്ത് ഇപ്പോൾ നല്ല റഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ്. ബട്ടർ സ്കോച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാം. ഓക്കെ, അത് ഫുഡേക്ക് മനസ്സിലാവേ. ബട്ടർ സ്കോച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് പിസ്ത. നമ്മൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ബിരിയാണി, സർലാസ്, അച്ചാർ. ഓക്കെ, പിന്നെ 10 സദ്യ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബുഫേ ഉണ്ട്. നമ്മളിവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് വന്നേക്കാണ്. ഞാൻ കാണിച്ചുതരാം. റൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബിരിയാണിയൊക്കെ തട്ടി വേറെ വിഴിഞ്ഞു പോലെ അതേ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ വേറെ ഫ്രണ്ട്സ്. നമ്മൾ ഇവരെ ക്ലാസ്സിൽ ഒരു ഗ്യാങ് എന്ന് പറയാറ്, തട്ടം ഗ്യാങ് എന്ന് പറയാറ്. ഓക്കെ, ഇതിൻ്റെ പരിപാടി എന്താണ്? അതെ, ഫുഡ് നല്ലതായിരുന്നു. ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കാൻ പോണ്. വേറെ എന്തായാലും വ്ളോഗിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാണാറില്ല. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവ്. ഇല്ല, അവൾ തള്ളിയിട്ട് എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളുടെ കൊടുത്ത് വെറുതെ തള്ളി തകർന്നു പോയി ഞാൻ. വീണ്ടും കാണേണ്ടിയിരിക്കുന്നു.
ഗൈസ് നമ്മൾ പറഞ്ഞില്ലേ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ സദ്യ ഉണ്ടായിരുന്നേ. അപ്പോൾ സദ്യ കഴിഞ്ഞപ്പോൾ പായസം ഉണ്ട്, പാലട പായസം. പാലട എൻ്റെ ഫേവറേറ്റ് ആദ്യം പറഞ്ഞില്ല. അപ്പോൾ ഞാനും മരി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മധുരം കുറവാന്ന് തോന്നുന്നു, അതിൻ്റെ തോന്നുന്നു. കൊള്ളാം. അപ്പോൾ രണ്ടുപേരും പാലട ഫാൻസാണ്, അതുകൊണ്ട് അസ്ന എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് വേഗം കുടിച്ച് തീർത്തിട്ട് സ്റ്റേജിന് അങ്ങോട്ട് പോട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചിനെ നന്നായി നോക്കാം, ഇതുപോലെ നടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, നല്ല ആരോഗ്യ നല്ലൊരു വിവാഹ ജീവിതവും നേരുന്നു. ഓക്കെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സ്. വെറും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പോലെ ഞങ്ങളുടെ ഫേവറേറ്റ് മിസ്മാരാണ് കേട്ടോ. അവരുടെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ച് ഫോട്ടോ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ലാസ്റ്റത്തെ ഒരു ചടങ്ങാന്ന് തോന്നുന്നു. പാലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പഴം പിന്നെ മാതള നാരങ്ങ എന്തൊക്കെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിക്കലും അതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും നല്ലൊരു ബ്ലെസ്ഡ് മാരീഡ് ലൈഫ് നേരാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. ഓക്കെ, നമുക്ക് വീട്ടിൽ പോകണ്ടേ? വായോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ പോവാണ്. ഇപ്പോൾ ഇവിടെ എസ്എംപുരത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു ബസ് കാരണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബസ് കാരണം, പിന്നെ വന്നിട്ട് കുട്ടമെന്ന് ഞാനങ്ങനെ ഇറവിക്കും അവൾ ഇറവിക്കും അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മളെന്നാ അടുത്ത് കാണാം, മീറ്റ് ചെയ്യാം. അനീറ്റ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഞാനും ഇരിയും ഓൾറെഡി കാണും. ഞങ്ങൾ MBA മീറ്റ്സും കൂടിയാണ്, അതുകൊണ്ട് ഇനി എക്സാമിന് കാണും. എക്സാം ലോഗ് നിങ്ങൾ കണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിൽ വീണ്ടും വരാം. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ